ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മുഞ്ചി എന്ന ഹിന്ദി മൂവിയാണ്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട ഗോട്ടി എന്നൊരു ചെറിയ ആൺകുട്ടിയാണ് കാണിക്കുന്നത്. അവനെ അവന്റെ അമ്മ ഒരുപാട് തല്ലുന്നുണ്ട്. കാരണം തൊട്ടടുത്ത വീട്ടില് മുന്നി എന്ന് പറയുന്ന 7 വയസ്സ് മൂത്ത പെൺകുട്ടിയെ അവൻ പ്രണയിക്കാൻ തുടങ്ങിയിരുന്നു. ആ പെൺകുട്ടിയുടെ വിവാഹം നടക്കാനിരിക്കുകയാണ്. ആ പെൺകുട്ടി വിവാഹം കഴിക്കാൻ പോകുന്ന ആളുടെ ഭക്ഷണത്തിൽ എലിവിഷം കലർത്തിയിരിക്കുകയാണ് ഈ ഗോട്ടിയ. എന്നാൽ തലനാരിഴയ്ക്ക് അയാൾ രക്ഷപ്പെട്ടു. ഇവന്റെ ഈ പ്രേമം വീട്ടുകാരറിഞ്ഞത് കൊണ്ടാണ് ഇവനെ ഇങ്ങനെ അടിക്കുന്നത്. ഗോട്ടിയുടേത് ഒരു വൺ സൈഡ് ലവ് മാത്രമായിരുന്നു. ബ്രാഹ്മണ കുടുംബം ആയതുകൊണ്ട് തന്നെ അവന്റെ തല മുണ്ടനം ചെയ്യുന്ന സെറമണി നടക്കാനിരിക്കുകയാണ്. അവിടെ മുന്നിയുടെ വിവാഹ സെറമണി നടക്കുന്ന സമയത്ത് ഇവിടെ ഗോട്ടിയുടെ തല മുണ്ടനം ചെയ്യുന്ന സെറമണിയും നടക്കുകയാണ്. എന്നാൽ എന്തൊക്കെ വന്നാലും മുന്നിയെ അവന് സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അത് കാരണം അവൻ പിറ്റേ ദിവസം രാത്രി തന്റെ അനിയത്തി ഗീതയും കൂട്ടി കടലോരത്തുള്ളൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ആ സ്ഥലത്തിന്റെ പേര് ചേട്ടുകവാടി എന്നായിരുന്നു. ആരും പോകാൻ മടിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത്. ഗീത പലതവണ അവനെ തടഞ്ഞെങ്കിലും ഗീതയും കൂട്ടി അവൻ അവിടേക്ക് പോകുന്നു. അവിടെ വലിയൊരു മരത്തിന്റെ അടിയിലിരുന്ന് അവൻ എന്തൊക്കെയോ ചെയ്യുന്നത് ഗീത കാണുന്നുണ്ട്. ഇതെന്താണെന്ന് ഗീത ചോദിക്കുമ്പോൾ മുന്നിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അവനൊരു കൂടോത്രം ചെയ്യാൻ പോവുകയാണെന്നാണ് പറയുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളായിരുന്നു അവൻ നടത്തുന്നത്. ഗീത അവനെ തടഞ്ഞെങ്കിലും അവൻ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. തനിക്കിതെല്ലാം നന്നായിട്ട് അറിയാമെന്നായിരുന്നു അവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഗീതയെ അവിടേക്ക് കൊണ്ടുവന്നതിൽ അവന് മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. ആ മന്ത്രവിധി പൂർത്തിയാക്കണമെങ്കിൽ നരബലി കൂടി കൊടുക്കണമായിരുന്നു. താൻ സ്നേഹിക്കുന്ന പെണ്ണിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് തന്റെ സഹോദരിയെ പോലും കൊല്ലാൻ അവൻ മടിച്ചിരുന്നില്ല. ഗീതയെ ബലി കൊടുക്കാൻ അവൻ ശ്രമിക്കുകയും ഗീത അതിനെ തടയുകയും ചെയ്യുന്നുണ്ട്. അവന്റെ ആക്രമണത്തിൽ നിന്നും അവൾ രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അതിനിടയിൽ കാല് വഴുതി ഗോട്ടിയ ആ മരത്തിന്റെ ഒരു വേരിലേക്ക് പോയി വീഴുകയാണ്. അവന്റെ തലയിടിച്ച് ഒരുപാട് രക്തം വാർന്നുപോയി. ഗീത തന്റെ വീട്ടുകാരെല്ലാം അവിടേക്ക് വിളിച്ചുകൊണ്ടുവരുന്നു. എന്നാൽ അവരെത്തുമ്പോഴേക്കും അവന്റെ അവസ്ഥ വളരെ ഗുരുതരമായിരുന്നു. മുന്നിയെ താൻ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവൻ അവിടെ കിടന്ന് മരിക്കുകയാണ്. പക്ഷെ അവിടെ കൂടി നിന്നവരെല്ലാം തന്നെ പറയുന്നുണ്ട്, അവന്റെ തലമുണ്ടനം ചെയ്യുന്ന സെറമണി കഴിഞ്ഞിട്ട് 10 ദിവസം പോലും ആയിട്ടില്ല. 10 ദിവസത്തിനുള്ളിൽ വെച്ച് അങ്ങനെ ഒരാൾ മരിക്കുകയാണെങ്കിൽ അവർ ബ്രഹ്മരാക്ഷസനായി മാറും. അതാണ് അവരുടെ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവന്റെ ആത്മാവിനെ ആ മരത്തോട് തന്നെ അവർ ബന്ധിപ്പിക്കുന്നു. എന്നിട്ട് അവന്റെ അസ്ഥി ആ മരത്തിന്റെ അടിയിൽ തന്നെ കുഴിച്ചിടുകയും ചെയ്യുകയാണ്. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. നമ്മുടെ മൂവിയിലെ നായകനായ ബിട്ടുവിനെ കാണിക്കുന്നു. അവന്റെ ഒരു പാവം പയ്യനായിരുന്നു. ഒരു ചെറിയ നായയെ പോലും അവന് വളരെയധികം പേടിയായിരുന്നു. അവന്റെ അമ്മയുടെ പേര് പമ്മി എന്നാണ്. അവര് നടത്തുന്ന ഒരു ബ്യൂട്ടി പാർലറിലാണ് അവനും വർക്ക് ചെയ്യുന്നത്. അവൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഗോട്ടിയെ ബന്ധിച്ച ആ മരത്തിന്റെ വിഷ്വൽസ് എല്ലാം മനസ്സിലേക്ക് കടന്നു വരും. അതെന്താണെന്ന് അവന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പൂനെയിലാണ് അവർ താമസിക്കുന്നത്. അവന്റെ അമ്മയും അമ്മൂമ്മയും അവന്റെ കൂടെ തന്നെയുണ്ട്. എന്നാൽ അവന്റെ അമ്മ അവനെ പുറത്തേക്കൊന്നും തന്നെ വിടില്ലായിരുന്നു. അവന് കോസ്മെറ്റോളജി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരിടത്തു നിന്നും ഓഫറും വന്നതാണ്. സ്കോളർഷിപ്പ് ഉൾപ്പെടെ കിട്ടിയിട്ട് പോലും അവന്റെ അമ്മ അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവന്റെ അമ്മൂമ്മയാണ് അവനെ എപ്പോഴും സപ്പോർട്ട് ചെയ്തിരുന്നത്. ഞാൻ അവളെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം എന്ന് അവനോട് അവര് പറയുന്നുണ്ട്. അവന്റെ അച്ഛൻ ചെറുപ്പത്തിൽ തന്നെ മരിച്ചതാണ്. അച്ഛൻ മരിച്ചത് എങ്ങനെയാണെന്ന് പോലും അവൻ അറിയില്ല. അതിനെപ്പറ്റി ആരും തന്നെ സംസാരിക്കാറില്ലായിരുന്നു. അമ്മയോട് ചോദിച്ചാൽ പോലും അവന്റെ അമ്മ അവനോടൊന്നും തന്നെ തുറന്നു പറഞ്ഞിരുന്നില്ല. ബിട്ടുവിന് ആ നാട്ടിൽ രണ്ട് ഫ്രണ്ട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്, ബേലയും ദിൽജിത്തും. ബേലയെ അവന് ഒരുപാട് ഇഷ്ടമായിരുന്നു. എന്നാൽ ഇന്നേ വരെ അവളോട് അത് തുറന്നു പറഞ്ഞിട്ടില്ല. ലണ്ടനിലൊക്കെ പഠിച്ചിട്ട് തിരിച്ചു വന്ന കുട്ടിയാണ് ബേല. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും അവൾക്കൊരു ബോയ് ഫ്രണ്ടിനെയും കിട്ടിയിട്ടുണ്ട്. എന്നാൽ അവനോട് ഇതുവരെയും അവൾ ഇഷ്ടമാണെന്നൊന്നും തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവന്റെ പേര് കൂബ എന്നാണ്. ബേല ഒരു സൂംബ അക്കാഡമി നടത്തുകയാണ്. ദിൽജിത്ത് ആകട്ടെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ബേലയുടെ അക്കാഡമിക്ക് വേണ്ടിയിട്ട് അവൻ ഒരു വീഡിയോ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അത് ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നതെന്നാണ് ബേല വിചാരിക്കുന്നത്. പക്ഷെ ഇതെല്ലാം തന്നെ ബിട്ടു കാശ് കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതായിരുന്നു ബേലയ്ക്ക് വേണ്ടി. അവൾ ബിട്ടുവിനോട് തന്നെ പോയി ചോദിക്കുന്നുണ്ട്, കൂബയെ നിനക്ക് ഇഷ്ടമാണോ എന്ന്. അവൻ ആളെങ്ങനെയുണ്ടെന്ന്. ഞാൻ അവനെ പ്രൊപ്പോസ് ചെയ്താലോ എന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ്. പക്ഷെ അവളെ ഞെട്ടിച്ചുകൊണ്ട് ആ സമയത്ത് കൂബ അവരുടെ എല്ലാം മുൻപിൽ വെച്ചിട്ട് അവളെ പ്രൊപ്പോസ് ചെയ്യുന്നു. ഒരു റിങ്ങും അവളുടെ കയ്യിൽ ഇട്ട് കൊടുക്കുന്നു. ഇതെല്ലാം കാണുമ്പോൾ ബിട്ടുവിന് ശരിക്കും വിഷമമുണ്ടായിരുന്നു. അവന്റെ ഉള്ള സ്നേഹം അവൻ ഇന്നേ വരെ ബേലയോട് തുറന്നു പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ദിവസം ബിട്ടുവിന്റെ അങ്കിളിന്റെ മകളായ രുക്കു അവനെ കോള് ചെയ്യുന്നുണ്ട്. രുക്കുവിന്റെ എൻഗേജ്മെന്റ് സെറമണി ഗ്രാമത്തിൽ വെച്ച് നടക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് ബിട്ടുവും കുടുംബം വരണമെന്ന് അവൾ നിർബന്ധപൂർവ്വം പറയുന്നു. എന്നാൽ ബിട്ടുവിന്റെ അമ്മയ്ക്ക് ആ നാട്ടിലേക്ക് പോകാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷെ രുക്കുവിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് ബിട്ടുവും അവന്റെ അമ്മയും ഗ്രാൻമയും ചേർന്നിട്ട് ആ ഗ്രാമത്തിലേക്ക് പോകുന്നു. ഗ്രാമത്തിൽ അവരെ സ്വീകരിക്കാൻ ബസ് സ്റ്റോപ്പിൽ തന്നെ രുക്കു ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരെയും കൂട്ടി രുക്കു തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഈ ഗ്രാൻമയ്ക്ക് 2 മക്കളായിരുന്നു. അതിൽ ആദ്യത്തെ മകനാണ് മരിച്ചുപോയത്. ആ മകന്റെ മകനാണ് ബിട്ടു. രണ്ടാമത്തെ മകനാണ് ഈ ബാലു. അയാളുടെ മകളാണ് രുക്കു. എന്നാൽ ഈ ബാലുവിന് ചേട്ടന്റെ വൈഫായ പമ്മിയെയും
അവരുടെ മകനായ ബിട്ടുവിനെ ഒന്നും അധികം ഇഷ്ടമല്ലായിരുന്നു. ഇവിടെ കാര്യം വരുന്നതും അയാൾക്ക് ഇഷ്ടമല്ല. കുറച്ചു കഴിയുമ്പോൾ രുക്കുവും ബിട്ടുവും ചേർന്നിട്ട് കടൽ തീരത്തുകൂടി നടക്കുകയായിരുന്നു. ആ കടൽ തീരത്തിനടുത്താണ് ചേട്ടുകോവാടി എന്ന് പറയുന്ന ആ സ്ഥലം കാണുമ്പോൾ തന്നെ ബിട്ടുവിന്റെ മനസ്സിലൂടെ പല ഓർമ്മകളും കടന്നു പോകുന്നുണ്ട്. ഇതൊക്കെ എന്താണെന്ന് അവൻ അറിയില്ലായിരുന്നു. അങ്ങനെ അവർ തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോഴാകട്ടെ അവിടെ ഗ്രാൻമയും ബാലുവും തമ്മിൽ വലിയ വഴക്ക് നടക്കുകയാണ്. ബാലു ചേട്ടുകവാടി എന്ന് പറയുന്ന ആ സ്ഥലം വിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാൽ ഗ്രാൻമ പറയുന്നുണ്ട് ശാപം കിട്ടിയ സ്ഥലമാണത്, അതെങ്ങനെ വിൽക്കാൻ സാധിക്കുമെന്ന്. വാങ്ങാൻ വരുന്ന ആൾക്ക് ആ സ്ഥലത്തെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ല എന്നാണ് ബാലു പറയുന്നത്. താൻ അതിന് ഒരിക്കലും സമ്മതിക്കില്ല എന്ന് ഗ്രാൻമ പറയുന്നു. എന്നാൽ ദേഷ്യം വന്ന ബാലു പറയുന്നുണ്ട് നിങ്ങളുടെ മരിച്ചുപോയ മകനാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങൾ സമ്മതിക്കുമായിരുന്നു അല്ലേ എന്ന്. അന്ന് ചേട്ടന്റെ ഐഡിയയായിരുന്നു ഈ സ്ഥലം വിൽക്കാമെന്ന് പറഞ്ഞത്. പമ്മയ്ക്ക് പാർലർ തുടങ്ങാൻ വേണ്ടിയിട്ട് ആ സ്ഥലം വിറ്റ് കാശുണ്ടാക്കാമെന്ന് അയാൾ പറഞ്ഞു. ആ സ്ഥലത്തിനല്ല ശാപം, ആ മരത്തിനാണ് ശാപം എന്ന് പറഞ്ഞിട്ടാണ് അയാൾ അത് വിൽക്കാൻ വേണ്ടി പോയത്. ഇതെല്ലാം കേട്ട് എന്റെ അച്ഛനെ എന്താ പറ്റിയെന്ന് ബിട്ടു ചോദിക്കുന്നുണ്ട്. പലരും ബാലുവിനെ തടഞ്ഞെങ്കിലും ബാലു എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നു. ആ മരം കത്തിക്കാൻ വേണ്ടി പോയതാണ് നിന്റെ അച്ഛൻ. അവിടെ നിന്നും കാല് വഴുതി കടലിൽ വീണു മരിച്ചു. നിന്റെ അച്ഛനെ പോലെ തന്നെയാണ് നീയും, ഒരു മണ്ടനാ. അന്ന് എല്ലാരും അയാളോട് പറഞ്ഞതാ ഗ്രാമത്തിൽ ആരും തന്നെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി നിങ്ങളുടെ കൂടെ ആ മരത്തിന്റെ അടുത്തേക്ക് വരില്ല എന്ന്. അതൊന്നും കേൾക്കാതെ അയാൾ ഒറ്റയ്ക്ക് ആ മരം വെട്ടാൻ പോയി. അവസാനം അയാൾ മരിച്ചും പോയി. ഇതെല്ലാം കേട്ടിട്ട് ബിട്ടുവിന് ആകെ സങ്കടമായി. അവൻ അവിടെ നിന്നും കരഞ്ഞുകൊണ്ട് സ്കൂട്ടർ എടുത്തുകൊണ്ട് എങ്ങോട്ടോ പോകുന്നു. എല്ലാവരും പിറകെ പോവുകയാണ്. അവൻ നേരെ പോയത് ചേട്ടുകവാടി എന്ന് പറയുന്ന ആ സ്ഥലത്തേക്കായിരുന്നു. അവിടെ ആ മരത്തിന്റെ അടുത്തേക്ക് എത്തിയ ബിട്ടുവിന് ആ മരത്തിനുള്ളിൽ ആരോ ഉണ്ടെന്ന് തോന്നുന്നു. അത് ശരിക്കും ഗോട്ടിയുടെ ആത്മാവായിരുന്നു. അവനിപ്പോൾ ഒരു ബ്രഹ്മരാക്ഷസനായി മാറിയിരുന്നു. മുഞ്ചി എന്നാണ് എല്ലാവരും ആ ബ്രഹ്മരാക്ഷസനെ വിളിക്കുന്നത്. ആ രാക്ഷസൻ വന്ന് ബിട്ടുവിനെ ആക്രമിക്കുന്നു. ഇവിടെ എല്ലാവരും ബിട്ടുവിനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അവന്റെ സ്കൂട്ടർ സമുദ്രതീരത്ത് നിന്ന് കണ്ടെത്തിയ കാരണം അവൻ ചേട്ടുകവാടിയിലേക്ക് പോയിരിക്കുമെന്ന് എല്ലാവർക്കും തോന്നുന്നു. ഗ്രാൻമയും ഇത് കേട്ട് ഞെട്ടുന്നു. എന്നാൽ അവനെ അവിടെ പോയി അന്വേഷിക്കാൻ ആർക്കും തന്നെ ധൈര്യമില്ലായിരുന്നു. അത് കാരണം ഗ്രാൻമ തന്റെ പഴയ പെട്ടികളെല്ലാം തുറന്നിട്ട് അവിടെ നിന്നും ഒരു വടിയും എടുത്തിട്ട് ചേട്ടുകവാടിയിലേക്ക് പോകുന്നു. ശരിക്കും ബിട്ടുവിന്റെ ഗ്രാൻമയുടെ പേര് ഗീത എന്നാണ്. അതായത് മൂവിയുടെ തുടക്കത്തിൽ ഗോട്ടി തന്റെ സഹോദരിയും കൊണ്ട് ബലി കൊടുക്കാൻ പോകുമായിരുന്നല്ലോ, അതേ ഗോട്ടിയുടെ സഹോദരി തന്നെയായിരുന്നു ഈ ഗീത. ആ മരത്തിനടുത്തെത്തിയ ഗീത രാക്ഷസനായി മാറിയ തന്റെ സഹോദരനെ കാണുന്നു. തന്റെ പേരക്കുട്ടിയായ ബിട്ടു അവന്റെ വലയത്തിനുള്ളിലായിരുന്നു. കയ്യിൽ കരുതിയ വടി ഉപയോഗിച്ച് ആ രാക്ഷസനെ ഗീത ഒരുപാട് അടിക്കുന്നു. അങ്ങനെ അവന്റെ കൈക്കുള്ളിൽ നിന്നും ബിട്ടുവിനെ അവർ രക്ഷിക്കുന്നുണ്ട്. ഈ രാക്ഷസൻ ഒരിക്കൽ തന്റെ സഹോദരനായിരുന്നു എന്ന് ബിട്ടുവിനോടും ഗീത പറയുന്നു. അവിടെ നിന്നും അവനെ രക്ഷിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതും ആ രാക്ഷസൻ ബിട്ടുവിന്റെ ശരീരത്തിലേക്ക് തന്റെ കൈ പതിപ്പിക്കുന്നുണ്ട്. ഗീത ആ രാക്ഷസന്റെ കൈയിലേക്ക് ആ വടി കൊണ്ട് അടിക്കുന്നതും ആ രാക്ഷസൻ കൈ പിൻവലിക്കുന്നു. അങ്ങനെ ബിട്ടുവിനെയും കൊണ്ട് എങ്ങനെയൊക്കെയോ ഗ്രാൻമ അവിടെ നിന്നും പുറത്തു കടക്കുകയാണ്. സമുദ്രതീരത്തെത്തിക്കഴിയുമ്പോൾ അവർ പറയുന്നുണ്ട് അവൻ ആ മരത്തിനുള്ളിൽ തന്നെ ഇരിക്കാനേ കഴിയൂ. അവന്റെ ആത്മാവിനെ അവിടെ തളച്ചിരിക്കുകയാണ്. ഒരിക്കലും ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അതുകൊണ്ട് നീ പേടിക്കണ്ട. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിനക്കൊന്നും തന്നെ സംഭവിക്കില്ല. എനിക്ക് ഈ രാക്ഷസന്റെയും ഈ മരത്തിന്റെയും ഒക്കെ ഓർമ്മകൾ ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ വരാറുണ്ടായിരുന്നു എന്ന് ബിട്ടു പറയുന്നു. നിന്റെ അച്ഛനും ഇതുപോലെ വരാറുണ്ടായിരുന്നു. നിന്റെ അച്ഛനെ എനിക്ക് നഷ്ടമായി. നിന്നെ ഒരിക്കലും നഷ്ടമാകാൻ ഞാൻ അനുവദിക്കില്ല എന്ന് ഗ്രാൻമ പറയുന്നു. പെട്ടെന്ന് ബിട്ടുവിന് തന്റെ മുതുക വേദനിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ആ രാക്ഷസൻ കൈപതിപ്പിച്ച് എടുത്ത് തിളങ്ങാൻ തുടങ്ങി. അതായത് ബിട്ടുവിനെ കരുവാക്കി ആ രാക്ഷസൻ ആ മരത്തിൽ നിന്നും പുറത്ത് കടന്നിരിക്കുന്നു. ഗ്രാൻമ വടിയെടുത്ത് അവനെ അടിക്കാൻ തുടങ്ങുമ്പോഴേക്കും ആ രാക്ഷസൻ ഗ്രാൻമയുടെ ബാക്കിലായിട്ട് വന്നിട്ട് ഗ്രാൻമയെ കൊല്ലുകയാണ്. ബിട്ടുവിന് ഗ്രാൻമയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആ രാക്ഷസൻ ബിട്ടുവിന്റെ ദേഹത്തേക്ക് ചാടുന്നത് മാത്രമേ ബിട്ടുവിന് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. പിന്നീട് അവൻ കണ്ണു തുറക്കുമ്പോൾ ഹോസ്പിറ്റലിലാണ്. ഗ്രാൻമ എന്തെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് സമുദ്രതീരത്ത് വെച്ച് ഗ്രാൻമയെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന്. ഗ്രാൻമയുടെ മരണം ബിട്ടുവിന് സഹിക്കാൻ കഴിഞ്ഞില്ല. ചടങ്ങുകളെല്ലാം കഴിഞ്ഞപ്പോൾ അവരവിടെ നിന്നും തിരിച്ചു പൂനെക്ക് വരുന്നു. ബസ്സിലിരിക്കുമ്പോഴെല്ലാം തന്നെ ഗ്രാൻമയെ ഓർത്ത് വിഷമിച്ചിരിക്കുകയായിരുന്നു അവൻ. എന്നാൽ അവനെ ഞെട്ടിച്ചുകൊണ്ട് ആ രാക്ഷസൻ ആ ബസ്സിലേക്ക് വരുന്നു. പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങിയതും അവനോട് മിണ്ടരുതെന്ന് അത് പറയുകയാണ്. അവന് മാത്രമേ ആ രാക്ഷസനെ കാണാൻ കഴിയൂ. ചെറുപ്പത്തിലെ മുന്നിയെ വിവാഹം കഴിക്കണമെന്നായിരുന്നല്ലോ ആ രാക്ഷസന്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ ആ ആഗ്രഹം സബലീകരിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഇപ്പോൾ ബിട്ടുവിന്റെ കൂടെ കൂടിയിരിക്കുന്നത്. നീ തന്നെ എനിക്ക് മുന്നിയെ കണ്ടുപിടിച്ചു തരണമെന്ന് ആ രാക്ഷസൻ പറയുന്നുണ്ട്. ബിട്ടു ആകെ സങ്കടത്തിലായി. ഗ്രാൻമയില്ലാത്ത വീട്ടിലേക്ക് അവൻ തിരിച്ചെത്തിയതോടുകൂടി അവൻ ആകെ വിഷമത്തിലായിരുന്നു. അതിന്റെ കൂടെ ഈ രാക്ഷസന്റെ ശല്യവും. രാത്രി മുഴുവൻ ആ രാക്ഷസൻ അവനെ ടോർച്ചർ ചെയ്തുകൊണ്ടേയിരുന്നു. മുന്നിയെ കണ്ടുപിടിച്ചു തന്നില്ലെങ്കിൽ നിന്റെ അമ്മയെ കൊല്ലുമെന്ന് പോലും അവനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ അവന് സഹിക്കില്ല. അതുകൊണ്ട് തന്നെ അവൻ മുന്നിയെ അന്വേഷിച്ച് ഓരോ രാത്രിയും ഇറങ്ങാൻ തുടങ്ങി. രാവിലെ പമ്മി വന്ന് വാതിൽ തുറക്കുമ്പോൾ അവൻ പുറത്തെല്ലാം കറങ്ങിയിട്ട് തിരിച്ചു വന്നിരിക്കുന്നതാണ് കാണുന്നത്. എന്നാൽ പമ്മി തെറ്റിദ്ധരിക്കുന്നു അവൻ ഡ്രഗ്സ് ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന്. ദിവസങ്ങൾ പോകും തോറും ഈ രാക്ഷസന്റെ ഭീഷണി കൂടി കൂടി വരുന്നു. പാർലറിൽ വരുന്ന ആൾക്കാരുടെ കുട്ടികളെ പോലും ഉപദ്രവിക്കുന്നു പറഞ്ഞിട്ട് അവനെ ഭീഷണിപ്പെടുത്തുകയാണ്. വേറെ വഴിയില്ലാതെ എന്നും രാത്രി അവൻ ആ മുന്നിയെ അന്വേഷിച്ചിറങ്ങും. അവന്റെ തോളിൽ
മുകളിൽ തന്നെയാണ് ഈ രാക്ഷസൻ എപ്പോഴും ഇരിക്കുന്നത്. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ മാത്രം അത് വരും. സൂര്യൻ ഉദിക്കുന്നതോടുകൂടി ആ രാക്ഷസൻ പോവുകയും ചെയ്യും. അങ്ങനെ ആകെ സങ്കടത്തിലിരിക്കുന്ന അവനോട് അവന്റെ കൂട്ടുകാരൻ ദിൽജിത്ത് വന്ന കാര്യങ്ങൾ തിരക്കുന്നു. അവൻ ദിൽജിത്തിനോട് എല്ലാം തന്നെ പറയുന്നു. പക്ഷെ അവനതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. തന്റെ ശരീരത്തിലുള്ള ആ പാടും കാണിച്ചു കൊടുക്കുന്നു. ശരി, നീ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ നമുക്ക് ഈ ആത്മാവിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഓജോ ബോർഡിന്റെ സഹായം തേടാമെന്ന് അവൻ പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഓജോ ബോർഡ് വെച്ചിട്ട് ഈ രാക്ഷസനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. ആരും വരാത്ത കാരണം ഈ ദിൽജിത്ത് ആ രാക്ഷസനെ കളിയാക്കാൻ തുടങ്ങി. ദേഷ്യം വന്ന രാക്ഷസനാകട്ടെ ദിൽജിത്തിനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പല വിദ്യകളും കാണിക്കുന്നുണ്ട്. അപ്പോഴാണ് ബിട്ടു പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ദിൽജിത്തിനും മനസ്സിലാകുന്നത്. മുന്നിയെ വിവാഹം കഴിക്കണം എന്നതാണ് ആ രാക്ഷസന്റെ ആവശ്യം. അത് സാധിച്ചു കൊടുത്താലേ ബിട്ടുവിന് രക്ഷയുള്ളൂ. അതുകൊണ്ട് ദിൽജിത്തും ബിട്ടുവും ചേർന്നിട്ട് മുന്നിയെ കണ്ടുപിടിക്കാൻ തീരുമാനിക്കുന്നു. ചെറുപ്പത്തിൽ തന്നെ ഈ രാക്ഷസന് മുന്നിയെ അറിയാമെങ്കിൽ ഈ മുന്നിയും ഗ്രാമത്തിൽ തന്നെയായിരിക്കും വളർന്നത്. അതുകൊണ്ട് മുന്നി ആരാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവർ രുക്കുവിന്റെ സഹായം തേടുന്നു. മുന്നിയുടെ ഫുൾ പേര് മുന്നി കണിട്കർ എന്നായിരുന്നു. അങ്ങനെ ഫുൾ പേര് പറഞ്ഞപ്പോ രുക്കു പറയുന്നുണ്ട് അവർ നമ്മുടെ വീടിന്റെ തൊട്ടടുത്താണ് താമസിച്ചിരുന്നതെന്ന്. എന്നാൽ ഇപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും ഷിഫ്റ്റ് ആയി പോയിട്ടുണ്ട്. ഗ്രാൻമയുടെ പഴയ ആൽബത്തിൽ നിന്ന് അവരുടെ ഫോട്ടോസ് ഞാൻ എടുത്തു തരാമെന്ന് അവൾ പറയുന്നു. ഗ്രാൻമയും മുന്നിയും നല്ല കൂട്ടുകാരായിരുന്നു പണ്ട് കാലത്ത്. വൈകുന്നേരം ആയപ്പോഴത്തേക്കും രുക്കു അവരുടെ ഫോട്ടോസ് എടുത്ത് കൊടുക്കുന്നു. ബിട്ടു ആ ഫോട്ടോ നോക്കുമ്പോൾ ശരിക്കും ഞെട്ടിപ്പോകുന്നു. കാരണം ആ മുന്നിക്ക് ബേലയുടെ മുഖമായിരുന്നു. അതായത് ഈ ബേലയുടെ ഗ്രാൻമയാണ് യഥാർത്ഥത്തിൽ മുന്നി. അങ്ങനെ അവർ ബേലയുടെ വീട്ടിലേക്ക് പോകുന്നു. ആ രാക്ഷസൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന അവന്റെ മുന്നിയാകട്ടെ ഇപ്പോൾ നല്ല വയസ്സായിരുന്നു. അനങ്ങാൻ പോലും കഴിയാതെ വീൽ ചെയറിലിരിക്കുന്ന അവസ്ഥയാണ്. ഈ വൃദ്ധയാണോ ഈ രാക്ഷസൻ കല്യാണം കഴിക്കണോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ആലോചിച്ച് ബിട്ടുവിനും ചിരി വരുന്നു. മുന്നിയെ കണ്ടുപിടിച്ച സ്ഥിതിക്ക് അവൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ ബേല അവിടേക്ക് വരുന്നു. നിന്റെ ഗ്രാൻമ മരിച്ചതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ടെന്ന് ബേല പറയുന്നു. എന്റെ ഗ്രാൻമയും നിന്റെ ഗ്രാൻമയും പണ്ട് മുതലേ നല്ല ഫ്രണ്ട്സാ. അതുകൊണ്ട് നീ എന്റെ ഗ്രാൻമയോട് നിന്റെ ഗ്രാൻമ മരിച്ച വിവരങ്ങളൊന്നും തന്നെ പറയണ്ടെന്നും അവൾ പറയുന്നുണ്ട്. ആ സമയത്ത് ആ രാക്ഷസൻ അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ബേലയ്ക്ക് ആ രാക്ഷസനെ കാണാൻ കഴിയില്ലായിരുന്നു. ബിട്ടു ആകെ പേടിച്ച് വരച്ച് നിൽക്കുകയാണ്. ബേലയുടെ കയ്യിൽ അവളുടെ റിംഗ് ഇല്ലാന്ന് കണ്ടപ്പോൾ അവൻ കാര്യം അന്വേഷിക്കുന്നു. താൻ ആ റിംഗ് കൂബയ്ക്ക് തന്നെ തിരിച്ചു കൊടുത്തു എന്നാണ് ബേല പറയുന്നത്. അവനെ എന്റെ ബോയ് ഫ്രണ്ട് ആക്കണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ആലോചിച്ചിട്ട് തീരുമാനമെടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ബേലയുടെ അടുത്തേക്ക് ആ രാക്ഷസൻ വരുന്ന കണ്ടിട്ട് പെട്ടെന്ന് ബേലയെ അവൻ പിടിച്ചു മാറ്റുന്നു. ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ ആ രാക്ഷസൻ ബേലയെ എന്തെങ്കിലും ചെയ്യുമെന്ന് പേടിച്ചിട്ട് അവൻ അവിടെ നിന്നും പെട്ടെന്ന് രക്ഷപ്പെടുകയാണ്. ആ രാക്ഷസൻ അവരുടെ മുന്നിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് അവളെ വിവാഹം കഴിക്കണമെന്ന്. ചേട്ടുക്കവാടിലേക്ക് അവളെ കൊണ്ടുവരണം. മന്ത്രങ്ങളും തന്ത്രങ്ങളും ചൊല്ലി ഞങ്ങളുടെ വിവാഹം നടത്തണം. എന്നിട്ട് വധുവിനെ ബലി കൊടുക്കണം. അതോടുകൂടി അവളുടെ ആത്മാവ് സ്വതന്ത്രയാവുകയും ഞങ്ങൾ തമ്മിൽ ഒന്നിക്കുകയും ചെയ്യും. എന്നാൽ തങ്ങളെ കൊണ്ട് ആരെയും കൊല്ലാൻ പറ്റില്ല എന്ന് അവര് പറയുമ്പോ ആ രാക്ഷസൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിന്റെ അമ്മയെ ഞാൻ കൊല്ലുമെന്ന്. പേടിച്ചിട്ട് അവസാനം ബിട്ടു സമ്മതിക്കുന്നു. നിങ്ങൾ സമയം പറഞ്ഞാൽ മതി, ചേട്ടുക്കവാടിയിലേക്ക് ഞങ്ങൾ മുന്നിയെ കൊണ്ടുവരാമെന്ന് പറയുന്നു. എന്നാൽ ആ രാക്ഷസൻ പറയുന്നുണ്ട് മുന്നിയല്ല കൊണ്ടുവരേണ്ടത് ബേലയാണെന്ന്. വൃദ്ധയായ മുന്നിയെ രാക്ഷസന് ആവശ്യമില്ലായിരുന്നു. മുന്നിയുടെ അതേ ഫേസ് കട്ട് തന്നെയുള്ള അവരുടെ പേരക്കുട്ടിയായ ബേലയായിരുന്നു രാക്ഷസന് ആവശ്യം. നിങ്ങൾ ബേലയെ വേണം ചേട്ടുക്കവാടിയിലേക്ക് കൊണ്ടുവരാൻ. എനിക്ക് അവളെ വിവാഹം കഴിക്കണം. അതിനുശേഷം അവളെ ബലി കൊടുക്കണം. അങ്ങനെ ഞാനും അവളുടെ ആത്മാവും ഒരുമിക്കും. ഇത് കേട്ടതോടുകൂടി ബിട്ടുവും ദിൽജിത്തും ആകെ ഞെട്ടിത്തരിച്ചു നിൽക്കുകയായിരുന്നു. താൻ സ്നേഹിക്കുന്ന ബേലിക്ക് ഒരാപത്തും വരാൻ അവൻ അനുവദിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഈ രാക്ഷസനെ തളയ്ക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അന്വേഷിച്ച് അവരൊരാളുടെ അടുത്തേക്ക് ചെല്ലുന്നു. അയാളുടെ പേര് എൽവിസ് എന്നാണ്. പ്രേതങ്ങളെയൊക്കെ ഒഴിപ്പിക്കാൻ കഴിവുള്ള ആളായിട്ടാണ് അയാളെ എല്ലാരും കണക്കാക്കുന്നത്. എന്നാൽ അയാളുടെ സെറ്റപ്പ് ഒക്കെ കണ്ടപ്പോൾ തങ്ങൾ വിചാരിക്കുന്ന പോലൊരു ആളല്ലെന്നും ഇതെന്തോ കബളിപ്പാണെന്നും അവർക്ക് തോന്നുന്നു. അതുകൊണ്ട് അയാളോട് കാര്യങ്ങളൊന്നും തന്നെ പറയാതെ അവർ അവിടെ നിന്നും തിരിച്ചു പോകാൻ തുടങ്ങുകയാണ്. ആ സമയത്താണ് ബിട്ടുവിന്റെ ശരീരത്തിലെ ആ പാട് അയാളെ ശ്രദ്ധിക്കുന്നത്. അത് കണ്ടയുടനെ അയാൾ മൂഞ്ചിയെന്ന് പറയുന്നു. ഇത് കേട്ടതും അയാൾക്കും ആ രാക്ഷസനെ പറ്റി അറിയാമെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ അയാളോട് കാര്യങ്ങളെല്ലാം അവർ വിശദീകരിക്കുന്നു. ആ രാക്ഷസനെ പറ്റിയുള്ള കാര്യങ്ങളും അയാൾ അവരോട് തുറന്നു പറയുകയാണ്. അയാൾ ഇതുവരെയും ഇതുപോലത്തെ 4 രാക്ഷസന്മാരെ തളച്ചിട്ടുണ്ട്. ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട ആൺകുട്ടികളുടെ തലമുണ്ടനം ചെയ്തിട്ട് 10 ദിവസത്തിനകം വെച്ചിട്ട് അവർ മരിച്ചുപോയി കഴിഞ്ഞാൽ അവർ ബ്രഹ്മരാക്ഷസന്മാരായി മാറും. ആ രാക്ഷസന്മാരുടെ രക്തബന്ധത്തിലുള്ള ആൾക്കാർക്ക് മാത്രമേ ആ രാക്ഷസനെ കാണാൻ കഴിയൂ. തങ്ങളുടെ ജീവിതത്തിൽ സബലീകരിക്കാതെ പോയ ഏതെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അത് സാധിക്കുക എന്നത് മാത്രമായിരിക്കും ഈ രാക്ഷസന്മാരുടെ ഏക ലക്ഷ്യം, പ്രത്യേകിച്ച് വിവാഹം പോലെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് ഇങ്ങനെയുള്ള രാക്ഷസന്മാരുടെ അസ്ഥി ഏതെങ്കിലും മരത്തിന്റെ അടിയിൽ കുഴിച്ചിട്ടിട്ട് അവരെ ആ മരവുമായിട്ട് ബന്ധിപ്പിച്ചു നിർത്തും. എന്നാൽ ഈ രാക്ഷസന്മാര് ആ മരത്തിൽ നിന്നും പുറത്തു കടക്കാൻ വേണ്ടിയിട്ട് തങ്ങളുടെ തന്നെ രക്തബന്ധത്തിലുള്ള ആൾക്കാരുടെ ശരീരം ഉപയോഗിക്കും. ഇപ്പോൾ നിന്റെ അടുത്തും ഈ രാക്ഷസൻ ഇത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ രാക്ഷസനിൽ നിന്നും രക്ഷ നേടണമെങ്കിൽ ആ രാക്ഷസനെ കൊന്നേ പറ്റൂ. അതിന് ഏക വഴിയുള്ളൂ. ഈ രാക്ഷസൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കും. ആ സമയത്ത് ഏതെങ്കിലും ഒരു ഫിസിക്കൽ ഫോമിലേക്ക് ഇതിന് മാറേണ്ടി വരും. അതിനുവേണ്ടി ഒരു ആടിന്റെ ശരീരമാണ് ഈ രാക്ഷസൻ തെരഞ്ഞെടുക്കുന്നത്. ഈ രാക്ഷസന്റെ രക്തബന്ധത്തിൽപ്പെട്ട ആരുടെയെങ്കിലും ഒരാളുടെ ചോര കൊണ്ട് ഒരാടിന്റെ നെറ്റിയിലായിട്ട് ഒരു സിമ്പൽ വരയ്ക്കും. ഇസഡും അതിന്റെ നടുക്കൊരു ലൈനും. അങ്ങനെ ആ സിമ്പൽ വരച്ചു കഴിഞ്ഞാൽ ഈ രാക്ഷസൻ
രാക്ഷസന്റെ ആത്മാവ് ആ ആടിന്റെ ശരീരത്തിലേക്ക് കടക്കും. അങ്ങനെ ആടിന്റെ ശരീരത്തിലേക്ക് മാറിയ രാക്ഷസനാകട്ടെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയുമായിട്ട് വിവാഹം കഴിക്കുകയും അതിനുശേഷം അവളെ കൊന്ന് അവളുടെ ആത്മാവിനെ പുറത്തു കൊണ്ടുവരികയും ചെയ്യും. പക്ഷെ ഈ രാക്ഷസനെ കൊല്ലണമെങ്കിൽ ഈ രാക്ഷസൻ ആടിന്റെ ശരീരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ കൊല്ലണം. അവൻ വിവാഹം കഴിക്കാൻ സമ്മതിക്കരുത്. അങ്ങനെയാണെങ്കിലേ ഈ രാക്ഷസൻ മരിക്കൂ. അതുകൊണ്ട് നിങ്ങളെ സഹായിക്കാൻ ഞാൻ തയ്യാറാണെന്ന് ആ എൽവിസ് പറയുന്നു. എങ്ങനെയെങ്കിലും ആ രാക്ഷസൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയെ നിങ്ങൾ പറഞ്ഞ ആ സ്ഥലത്തേക്ക് കൊണ്ടുവരണം. പിന്നീട് അവര് എങ്ങനെ ബേലയെ അവിടേക്ക് കൊണ്ടുവരും എന്നുള്ള ആലോചനയിലായിരുന്നു. അങ്ങനെ അവർ ബേലയെ പോയി കാണുകയാണ്. അവളുടെ സൂംബ അക്കാഡമിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ആട് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവളെയും അവളുടെ അക്കാഡമിയിലെ ആൾക്കാരെയും ചേർത്തിട്ട് അവരവരുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകുന്നു. കൂടെ ബിട്ടുവിന്റെ അമ്മയും ഉണ്ടായിരുന്നു. വഴിയിൽ വെച്ചിട്ട് എൽവിസും അവരുടെ കൂടെ ജോയിൻ ചെയ്യുന്നു. അങ്ങനെ ഗ്രാമത്തിലെത്തി കഴിയുമ്പോൾ എൽവിസ് പറയുന്നുണ്ട്, സന്ധ്യയായി കഴിഞ്ഞാൽ ആ രാക്ഷസൻ നിന്റെ അടുത്തേക്ക് വരും. അതുകൊണ്ട് എന്നെ കാണണ്ട. ഞാൻ തൽക്കാലം നിങ്ങളിൽ നിന്ന് മാറി താമസിക്കാമെന്ന്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ മതിയെന്നും അയാൾ പറയുന്നു. അങ്ങനെ ഗ്രാമത്തിലെത്തിയ അവരാകട്ടെ അവിടെ താമസിച്ചുകൊണ്ട് ആ ആർട്ട് ഷൂട്ട് എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് ബീച്ചിലിരുന്ന് ബേലയാകട്ടെ ബിട്ടുവിനോട് സംസാരിക്കുകയായിരുന്നു. കൂബയെ തന്റെ ലൈഫ് പാർട്ട്ണർ ആക്കണമെന്നുള്ള കാര്യത്തിൽ അവൾ ഡൗട്ട് അടിച്ചിരിക്കുകയാണ്. കാരണം അവൻ ലണ്ടനിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു. തനിക്ക് ഈ നാട് വിടാനും താല്പര്യമില്ല. അങ്ങനെ അവനുമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്കപ്പ് ആയാലോ എന്ന് അവൾ ആലോചിച്ചു നിൽക്കുന്ന സമയത്ത് തന്നെ കൂബ അവിടേക്ക് വരികയാണ്. കൂബ വന്ന് അവളോട് പറയുന്നുണ്ട്, നിന്റെ സൂംബ ക്ലാസ് എല്ലാം ഇവിടെ തന്നെ നടക്കുന്നതാണ് നല്ലത്. ഞാൻ ലണ്ടനിലേക്ക് തിരിച്ചു പോകുന്നില്ല. നിനക്ക് വേണ്ടി ഞാനും നിന്റെ കൂടെ ഇവിടെ തന്നെ നിൽക്കാൻ പോവുകയാണ്. ഇതെല്ലാം കേട്ടപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമായി. ബ്രേക്കപ്പ് ആകാൻ നിന്നവള് കൂബയെ കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. അപ്പോഴേക്കും സമയം സന്ധ്യയായി. ആ രാക്ഷസൻ ബിട്ടുവിന്റെ ശരീരത്തിലേക്ക് കയറി വരുന്നു. അതേസമയം കൂബയാകട്ടെ ബേലയെ കിസ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. ഇത് കണ്ട് രാക്ഷസന് ദേഷ്യം വരുന്നു. രാക്ഷസൻ കൂബയെ അവിടെ നിന്നും വലിച്ചെടുത്തുകൊണ്ട് പോവുകയാണ്. കാട്ടിലുള്ള നായ്ക്കളാണ് ഇത് ചെയ്യുന്നതെന്ന് ബേല വിചാരിക്കുന്നു. ഒരുപാട് പരുക്കളോടുകൂടിയാണ് അവനെ തിരിച്ചു കിട്ടുന്നത്. ഡോക്ടർ പറയുന്നുണ്ട് അവന്റെ ജനറ്റൽ ഓർഗൻ എല്ലാം ഒരുപാട് പരുക്ക് പറ്റിയിട്ടുണ്ട്. അതെല്ലാം തന്നെ നായ്ക്കള് കടിച്ചു പറിച്ചിരിക്കുന്നു. ഇത് കേട്ട് ബേലയും ആകെ സങ്കടത്തിലായിരുന്നു. അവർ രണ്ടുപേരും ഹോസ്പിറ്റലിൽ തന്നെ ആകെ വിഷമിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ആ രാക്ഷസൻ വീണ്ടും ബിട്ടുവിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. നാളെ തന്നെ എന്റെയും ബേളയുടെയും വിവാഹം നടത്തണമെന്ന് ആ രാക്ഷസൻ പറയുന്നു. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് രുക്കു അവിടേക്ക് വരുന്നത്. രക്തബന്ധം ഉണ്ടായതുകൊണ്ട് തന്നെ രുക്കുവിനും ആ രാക്ഷസനെ കാണാൻ കഴിഞ്ഞു. അങ്ങനെ ബിട്ടു എല്ലാ കാര്യങ്ങളും രുക്കുവിനോടും പറയുന്നു. രാക്ഷസനെ കൊല്ലാൻ വേണ്ടി അവര് പിന്നെ പ്ലാൻ ഇടുകയാണ്. എങ്ങനെയെങ്കിലും ബേളയെ ആ മരത്തിന്റെ അടുത്തേക്ക് എത്തിക്കണം. അതിനുവേണ്ടി അവൾക്ക് കള്ള് ചേർത്ത ഇളനീർ കൊടുക്കുകയാണ് അവർ. അവളാകട്ടെ പാതി ബോധത്തിലാണുള്ളത്. ആ നേരം കൊണ്ട് രുക്കുവും ദിൽജിത്തും കൂടി ചേർന്നിട്ട് അടുത്തുണ്ടായിരുന്ന വീട്ടിൽ നിന്ന് ഒരു ആടിനെയും മോഷ്ടിക്കുന്നു. അങ്ങനെ അവർ ചേട്ടുക്കവാടിയിലേക്ക് എത്തുന്നുണ്ട്. തങ്ങൾ അവിടെ ഈ കാര്യം ചെയ്യാൻ പോകുന്ന വിവരം അവർ എൽവിസിനെയും വിളിച്ചു പറയുന്നു. അയാൾ പറയുന്ന പോലെ എല്ലാം തന്നെ അവർ ചെയ്യുന്നുണ്ടായിരുന്നു. ആ മരത്തിന്റെ അടുത്ത് അവർ കല്യാണം കഴിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ശരിയാക്കി. എന്നിട്ട് ആ ആടിന്റെ നെറ്റിയിലാകട്ടെ ബിട്ടുവിന്റെ രക്തം കൊണ്ട് അവർ പറഞ്ഞ പോലെ ഒരു സിമ്പൽ ഉണ്ടാക്കുന്നു. എൽവിസ് പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു, അതുപോലുള്ള സിമ്പല് ആ ആടിന്റെ നെറ്റിയിൽ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. വേറെ ആരുടെയെങ്കിലും ശരീരത്തിൽ അതുപോലൊരു സിമ്പല് വരാൻ പാടില്ല. അങ്ങനെ ഉണ്ടായ വലിയ പ്രശ്നമാകും. മദ്യപിച്ച് ലക്കുകേട്ട ബേലയെ അവർ ഒരു വിധത്തിൽ കല്യാണത്തിന് വേണ്ടി റെഡി ആയിക്കൊണ്ട് വരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ആ മരത്തിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു രാക്ഷസൻ. ആടിന്റെ നെറ്റിയിൽ ആ സിമ്പൽ ഉണ്ടാക്കിയ ഉടനെ തന്നെ രാക്ഷസൻ ആടിന്റെ ശരീരത്തിലേക്ക് കയറുന്നു. ആടിന്റെ ശരീരത്തിൽ അവൻ കയറിയ ഉടനെ ആ ആടിനെ കൊല്ലാനായിരുന്നു അവരുടെ പ്ലാൻ. എന്നാൽ അതിന് ശ്രമിച്ചുകൊണ്ട് നിൽക്കുകയാകട്ടെ ബേല മദ്യപിച്ചിട്ട് ആ ആടിനെ വന്നെടുക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, നിന്റെ നെറ്റിയിലുള്ള പോലെ സിമ്പല് ഞാൻ എന്റെ നെറ്റിയിലും വരച്ചല്ലോ എന്ന്. ഇത് കണ്ടതും അവരാകെ ഞെട്ടിപ്പോയി. മദ്യപിച്ച് ബോധമില്ലാതെയാണ് അവൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. തന്നെ ചതിച്ച് കൊല്ലാനായിരുന്നു ഇവന്മാർ ശ്രമിച്ചുകൊണ്ടിരുന്നതെന്ന് ആ രാക്ഷസന് മനസ്സിലായി. ആടിന്റെ ശരീരത്തിൽ നിന്നും അവൻ പെട്ടെന്ന് തന്നെ ബേലയുടെ ശരീരത്തിലേക്ക് കയറുന്നു. കാരണം ബേലയുടെ ശരീരത്തിലും അതേ സിമ്പൽ ഉണ്ടായിരുന്നു. ബേലയുടെ ആത്മാവാകട്ടെ ആ ആടിന്റെ ശരീരത്തിലേക്കും കയറുന്നു. അങ്ങനെ പരസ്പരം ആത്മാക്കൾ തമ്മിൽ എക്സ്ചേഞ്ച് ആയി. അതോടുകൂടി ആ രാക്ഷസൻ ബേലയുടെ രൂപത്തിൽ അവരെ ആക്രമിക്കാൻ തുടങ്ങി. അവരവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നുണ്ട്. കൂട്ടത്തിൽ അവർ ആ ബേലയുടെ ആത്മാവ് കയറിയ ആടിനെ എടുത്തിട്ടാണ് പോകുന്നത്. ഒരു കാരണവശാലും ആ ആടിനെ നഷ്ടപ്പെടാൻ പാടില്ല. ആ ആടുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് തിരിച്ച് ബേലയുടെ ശരീരത്തിലേക്ക് അവളുടെ ആത്മാവിനെ കയറ്റാൻ പറ്റൂ. അങ്ങനെ ഓടുന്ന വഴി അവർ എൽവിസിനെ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറയുന്നു. അവരങ്ങനെ ആടിനെയും കൊണ്ട് വീടിന്റെ അടുത്തേക്ക് വന്നതും ആ ആടിന്റെ യഥാർത്ഥ ഉടമ വന്നിട്ട് അവരുടെ കയ്യിൽ നിന്നും ആ ആടിനെയും തട്ടിപ്പറിച്ചുകൊണ്ട് പോവുകയാണ്. എന്നാൽ ബേലയുടെ ആത്മാവ് ആ ആടിനുള്ളിലാണുള്ളത്. ആ ആടിനെ തിരിച്ചു കിട്ടിയേ പറ്റൂ അവർക്ക്. അത് കാരണം അവർ പെട്ടെന്ന് പമ്മിയുടെ അടുത്തേക്ക് പോയിട്ട് പറയുന്നുണ്ട്, ഞങ്ങളുടെ ആടിനെ ബാലു അങ്കിൾ തട്ടിയെടുത്തുകൊണ്ട് പോയി എന്ന്. പമ്മിയും ബാലുവും തമ്മിൽ ഓൾറെഡി തന്നെ ഉടക്കായ കാരണം അവരുടെ ആടിനെ എങ്ങനെയെങ്കിലും പമ്മി വാങ്ങിച്ചു കൊടുക്കുമെന്ന് അവർക്കറിയാമായിരുന്നു. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് വാതിലിന് വലിയ രീതിയിൽ മുട്ട് കേൾക്കുകയാണ്.
പേടിച്ചു നിന്ന അവരുടെ മുൻപിലേക്ക് ആ വാതിൽ തള്ളത്തുറന്നുകൊണ്ട് ആ രാക്ഷസൻ ബേലയുടെ രൂപത്തിൽ അവിടേക്ക് വരുന്നു. ഇത് കണ്ട് പേടിച്ച് എല്ലാവരും പല വഴിക്ക് ഓടുകയാണ്. പമ്മിയും ബിട്ടും ഒരു റൂമിൽ കയറി കഥ കടയ്ക്കുന്നു. പമ്മിയോട് ബിട്ടു എല്ലാ കാര്യങ്ങളും പറയുന്നു. അപ്പോഴേക്കും ആ രാക്ഷസൻ വീണ്ടും അവരെ ആക്രമിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ കറക്റ്റ് സമയത്ത് എൽവിസ് വന്നിട്ട് ആ രാക്ഷസനെ ഒരു വളയത്തിനുള്ളിലാക്കുന്നു. അതിൽ നിന്നും പുറത്തു കടക്കാൻ ശ്രമിച്ചാൽ ആ രാക്ഷസൻ ചാമ്പലായി പോകുമെന്ന് പറഞ്ഞ് അതിനെ പേടിപ്പിക്കുകയാണ്. രാക്ഷസനെ അവിടെ നിർത്തിയിരിക്കുന്ന നേരം കൊണ്ട് തന്നെ അവർക്ക് ആ ആടിനെ തിരിച്ചു കൊണ്ടുവരണം. എന്നാൽ മാത്രമേ തിരിച്ച് ആത്മാക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ദിൽജിത്തിനെയും രുക്കുവിനെയും ആ രാക്ഷസന്റെ അടുത്ത് നോക്കാൻ വേണ്ടി ഇരുത്തിയിട്ട് അവരെല്ലാവരും ആ ആടിനെ തേടി പോകുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് അവിടെ ആടിനെ കറിവെച്ച് തിന്നുകൊണ്ടിരിക്കുന്ന ബാലുവിനെ കാണുന്നത്. ആ ആടിനെ ബാലു മുഴുവനായിട്ടും തിന്നു എന്ന് കേട്ടതും ഇനി എങ്ങനെ ബേലയുടെ ആത്മാവിനെ തിരിച്ചു കിട്ടുമെന്നായിരുന്നു അവരുടെ പേടി. പക്ഷെ എൽവിസ് പറയുന്നുണ്ട്, ഇയാളാണ് മുഴുവനായിട്ടും ആടിനെ തിന്നിട്ടുള്ളതെങ്കിൽ ബേലയുടെ ആത്മാവ് ഇയാളുടെ ശരീരത്തിലുണ്ടാകും. അതുകൊണ്ട് നമുക്ക് ഇയാളുടെ ശരീരത്തിൽ ആ മാർക്കുണ്ടാക്കിയിട്ട് ബേലയുടെ ആത്മാവിനെ ഇയാളുടെ ശരീരത്തിൽ നിന്നും അവളുടെ യഥാർത്ഥ ബോഡിയിലേക്ക് കൊണ്ടുപോകാം. അതേസമയം രുക്കുവിന്റെ അടുത്തിരുന്ന ദിൽജിത്ത് ആകട്ടെ തനിക്കൊന്ന് യൂറിൻ പാസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കുറച്ചപ്പുറത്തേക്ക് പോകുന്നു. അവൻ അവിടെ ചെന്ന് നിന്ന് യൂറിൻ പാസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നേരത്തെ അവർ സിമ്പൽ ഉണ്ടാക്കി വെച്ച ആ ആടിനെ കാണുന്നുണ്ട്. അതിനർത്ഥം ബാലു കറിവെച്ച് കഴിച്ചത് ആ ആടിനെ അല്ലായിരുന്നുവെന്ന്. അങ്ങനെ ദിൽജിത്ത് ആ ആടിന്റെ പിറകെ പോവുകയാണ്. ആ സമയം കൊണ്ട് ആ രാക്ഷസനാകട്ടെ രുക്കുവിനെ പറ്റിക്കുകയാണ്. അതവിടെ ഇരുന്ന് കരയുന്നുണ്ട്. ഞാൻ ബേലയാണെന്നും എന്നെ തുറന്നു വിടൂ എന്നൊക്കെ പറഞ്ഞിട്ട്. വിഷമം തോന്നിയ രുക്കു അതിന്റെ അടുത്തേക്ക് ചെന്നിരുന്നതും അതിന്റെ മട്ടും ഭാവവും എല്ലാം മാറി. രാക്ഷസൻ അവിടെ നിന്നും പുറത്ത് കടക്കുന്നു. ആ രാക്ഷസൻ നേരെ പോകുന്നത് ബിട്ടുവിന്റെ അടുത്തേക്കായിരുന്നു. ബിട്ടു അതിനെ എങ്ങനെയെങ്കിലോ തടയാൻ ശ്രമിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ നേരം കൊണ്ട് എൽവിസ് ആകട്ടെ ബാലുവിന്റെ ശരീരത്തില് ആ രക്തം കൊണ്ട് മാർക്കുണ്ടാക്കാൻ ശ്രമിക്കുന്നു. കാരണം ബേലയുടെ ആത്മാവ് അയാളുടെ ഉള്ളിലാണെങ്കിൽ അയാളുടെ ഉള്ളിൽ നിന്ന് ആ ആത്മാവിനെ പുറത്തു കൊണ്ടുവരണം. അങ്ങനെ അയാൾ രക്തം കൊണ്ട് ബാലുവിന്റെ ശരീരത്തിൽ ആ മാർക്കുണ്ടാക്കിയതും ദിൽജിത്ത് യഥാർത്ഥ ആടിനെ കൊണ്ട് അവിടേക്ക് വരികയാണ്. ഇത് കണ്ടതും എല്ലാവർക്കും കൺഫ്യൂഷനായി. ഒരേ സമയം ആ ആടിന്റെയും ബാലുവിന്റെയും ബേലയുടെയും ശരീരത്തിൽ അതേ മാർക്കുകളുണ്ട്. പെട്ടെന്ന് അവരുടെ ആത്മാക്കൾ തമ്മിൽ എക്സ്ചേഞ്ച് ആകാൻ തുടങ്ങി. ബേലയുടെ ആത്മാവ് ആ ആടിന്റെ ശരീരത്തിൽ നിന്നും നേരെ അവളുടെ ശരീരത്തിലേക്ക് കടക്കുന്നു. ആ രാക്ഷസന്റെ ആത്മാവാകട്ടെ നേരെ ബാലുവിന്റെ ശരീരത്തിലേക്കാണ് കടക്കുന്നത്. ബേല തന്റെ സ്വഭാവത്തിലേക്ക് തിരിച്ചു വന്നപ്പോഴേക്കും ബാലുവിന്റെ ശരീരത്തിൽ കയറിയ രാക്ഷസൻ അവരെ ആക്രമിക്കാൻ തുടങ്ങിയിരുന്നു. അവരാ രാക്ഷസനെ തടുക്കാൻ പരമാവധി ശ്രമിച്ചു. എല്ലാവരെയും അടിച്ചിട്ടിട്ട് ആ രാക്ഷസൻ ബേലയും കൊണ്ട് ചേട്ടുകവടിയിലേക്ക് പോവുകയായിരുന്നു. കടൽത്തീരത്ത് വെച്ചിട്ട് ബിട്ടു അവളെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. അവനെ അടിച്ചിട്ടിട്ട് അവളെ എടുത്തുകൊണ്ട് ആ രാക്ഷസൻ പോയി. അവൻ ആകെ തകർന്നിരിക്കുന്ന സമയത്ത് ഗ്രാൻഡ്മയുടെ ആത്മാവ് അവന്റെ അടുത്തേക്ക് വന്ന് സംസാരിക്കുന്നതായിട്ട് അവന് തോന്നുന്നു. നീ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ രക്ഷിക്കാൻ മറ്റാരുടെയും സഹായം നിനക്ക് വേണ്ട. ആ രാക്ഷസനോടുള്ള നിന്റെ പേടി ഇല്ലാതായാൽ മതി. നിനക്ക് അവളെ രക്ഷിക്കാൻ സാധിക്കും. അങ്ങനെ ധൈര്യം ലഭിച്ച ബിട്ടു ആകട്ടെ നേരത്തെ ഗ്രാൻഡ്മ ആ രാക്ഷസനെ അടിക്കാൻ ഉപയോഗിച്ചിരുന്ന വടിയെടുത്തുകൊണ്ട് നേരെ ചേട്ടുകവാടിയിലേക്ക് പോകുന്നു. ആ രാക്ഷസനാകട്ടെ ബേലയെ കൊല്ലാൻ തുനിയുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ബിട്ടു വന്ന് ആ വടി കൊണ്ട് രാക്ഷസന്റെ ശരീരത്തിലേക്ക് അടിക്കുന്നു. അങ്ങനെ ബിട്ടുവും രാക്ഷസനും തമ്മിൽ വലിയ ഫൈറ്റ് നടക്കുകയാണ്. അതിനിടയ്ക്ക് രാക്ഷസൻ അവനെ എടുത്ത് ഉയർത്തുന്നുണ്ട്. തന്റെ രക്തം ഉപയോഗിച്ച് അവൻ ആ മരത്തിലും അതേ സിമ്പൽ ഉണ്ടാക്കുന്നു. വടി ഉപയോഗിച്ച് അവൻ നേരത്തെ തന്നെ രാക്ഷസന്റെ ശരീരത്തിൽ അടി കൊടുക്കുമ്പോൾ തന്നെ ആ സിമ്പൽ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ ആ രാക്ഷസന്റെ മരത്തിന്റെ ശരീരത്തിൽ ഒരേ സിമ്പൽ വന്നതോടുകൂടി രാക്ഷസന്റെ ആത്മാവ് ആ മരത്തിനുള്ളിലേക്ക് കയറുന്നു. രാക്ഷസനിൽ നിന്നും മുക്തനായ ബാലു ആകട്ടെ പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. പക്ഷേ ആ രാക്ഷസൻ അപ്പോഴും അടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ബിട്ടുവിനെയും ബേലയെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് തന്റെ ശിഖരങ്ങൾ അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ബിട്ടു അവിടെ ഉണ്ടായിരുന്ന തീ ഉപയോഗിച്ചിട്ട് രാക്ഷസനെ ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ബേല ആ നേരം അവർ നേരത്തെ അവിടെ കൊണ്ടുവച്ചിരുന്ന പെട്രോൾ എടുത്തിട്ട് ആ രാക്ഷസന്റെ ശരീരത്തിലേക്ക് ഒഴിക്കുന്നു. ബിട്ടുവിനോട് ആ രാക്ഷസനെ തീ കൊളുത്തി കൊല്ലാൻ അവൾ ആവശ്യപ്പെടുന്നു. ബിട്ടു പെട്ടെന്ന് തന്നെ തന്റെ കയ്യിലുണ്ടായിരുന്ന തീ രാക്ഷസന്റെ ശരീരത്തിലേക്ക് എറിയുന്നു. അങ്ങനെ തീ കത്തുന്നതോടുകൂടി ബിട്ടുവിനെ അവൻ വെറുതെ വിടുകയും ചെയ്യുന്നു. ആ രാക്ഷസൻ ഉൾപ്പെടെ ആ മരം കുറെ നേരം കത്തുന്നുണ്ട്. ബിട്ടുവും ബേലയും രക്ഷപ്പെട്ടു. അങ്ങനെ അവർ ആ ഗ്രാമത്തിൽ നിന്നും തിരിച്ച് പൂനെയിലേക്ക് എത്തുന്നുണ്ട്. ബേല തന്റെ സൂംബ ക്ലാസിന്റെ പുതിയ കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ന്യൂസിലാൻഡിലേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു. അവൾ പോകുന്നതിന് മുമ്പ് തന്റെ ഇഷ്ടം ബിട്ടു അവളോട് തുറന്നു പറയുന്നു. എന്നാൽ അവൾ പറയുന്നുണ്ട്, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, പക്ഷെ എന്റെ ലൈഫിൽ എന്താണ് വേണ്ടതെന്ന് എനിക്ക് തന്നെ ഇപ്പോൾ അറിയില്ല. അതുകൊണ്ട് കുറച്ചു നാൾ എനിക്ക് സമയം വേണം. ഞാൻ എന്തായാലും പോയിട്ട് തിരിച്ചു വരുമെന്ന്. നീ പോയിട്ട് തിരിച്ചു വരുമ്പം ഇവിടെ എല്ലാം തന്നെ മാറിയാലും എന്റെ ഫ്രണ്ട്ഷിപ്പിന് ഒരു മാറ്റവും ഉണ്ടാകില്ല എന്ന് അവൻ ഉറപ്പ് കൊടുക്കുന്നു. അങ്ങനെ ബിട്ടു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു പോകുന്നു. അവന്റെ ഉള്ള പേടിയെല്ലാം തന്നെ പോയി. അവൻ പുതിയ കോഴ്സും പഠിക്കാൻ ആരംഭിച്ചു. എല്ലാവരുടെയും ലൈഫ് പഴയ പോലെയായി. ദിവസങ്ങൾ അങ്ങനെ കുറെ കടന്നുപോയി. ബേലിയുടെ എല്ലാ പിക്സും അവൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുമായിരുന്നു. കുറച്ചു ദിവസം കഴിയുമ്പോൾ അവന് വീണ്ടും ആ ഓർമ്മകൾ മനസ്സിലേക്ക് വരാൻ തുടങ്ങി. ആ രാക്ഷസനടങ്ങുന്ന മരം ആരൊക്കെയോ ചേർന്ന് മുറിക്കുന്നതായിട്ടാണ് അവൻ കാണുന്നത്. ആ രാക്ഷസൻ വീണ്ടും പുറത്തു കടക്കാൻ പോകുന്നു എന്നതായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. വീണ്ടും ആ രാക്ഷസനെ തളയ്ക്കാൻ വേണ്ടിയിട്ട് അവൻ വടിയുമെടുത്ത് ഇറങ്ങുന്നതായിട്ട് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.